ഓൾ ടൈം ക്ലാസിക് ആയിട്ടുള്ള സ്റ്റീഫൻ സ്പീൽബർഗ് ചിത്രം ജോസ് മുതൽ ലേറ്റസ്റ്റ് ലോകേഷ് കനകരാജ് വിജയ് ചിത്രമായിട്ടുള്ള ഡിയോയിലെ ആ ഒരു ഐക്കോണിക് കോഫി ഷോപ്പ് സീനിൽ പോലും നമ്മൾ ഈ ഒരു എഫക്റ്റ് കണ്ടിട്ടുണ്ട്. യെസ്, ഇറ്റ്സ് ഡോളി സൂം. അത് തന്നെ ഡോളി സൂം. സബ്ജക്റ്റിൻ്റെ സൈസിൽ ഡിഫറൻസ് വരുത്താതെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായോ അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുന്നതായോ ഒരു ഇഫക്റ്റാണ് ഡോളി സൂം ക്രിയേറ്റ് ചെയ്യുക. ഒരു ബ്രീഫ് ഹിസ്റ്ററി പരിശോധിച്ചാൽ 1950s പുറത്തിറങ്ങിയ സാക്ഷാൽ ആൽഫ്രഡ് ഹിച്ച്കോക്ക് ചിത്രം വേർട്ടിഗോയിലാണ് ഒരു ഡോളി സൂം നമ്മൾ ആദ്യമായി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇഫക്റ്റിനെ വേർട്ടിഗോ ഇഫക്റ്റ് എന്ന് കൂടി വിളിക്കാറുണ്ട്. ചിത്രത്തിൽ പ്രധാന കഥാപാത്രം അനുഭവിക്കുന്ന ഹൈറ്റിനോടുള്ള ഫിയർ കാണിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഒരു ഇഫക്റ്റ് യൂസ് ചെയ്തത്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്യാരക്ടർ അനുഭവിക്കുന്ന ഒരു ഫിയർ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സഡൻ റിവീൽ, ഇതൊക്കെ വളരെ എഫക്റ്റീവായിട്ട് പോർട്രേ ചെയ്യാൻ നമുക്ക് ഡോളി സൂം യൂസ് ചെയ്യാം. ഈ ഒരു ഡോളി സൂം നമുക്ക് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന്, സബ്ജക്റ്റിൽ നിന്നും ക്യാമറ പുറകോട്ട് ചലിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ സൂം ഇൻ ചെയ്യും. ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെ കംപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തേത്, സബ്ജക്റ്റിലേക്ക് ക്യാമറ അടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സൂം ഔട്ട് ചെയ്യുന്നു. ഇത് ബാക്ക്ഗ്രൗണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സറിയലിസ്റ്റിക് ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു എക്സ്പെൻസീവ് സൂം ലെൻസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ എഫക്റ്റ് റീക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് പോലും ഈ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ, ബൈ.